താൻ ആരെയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. ആ വാദങ്ങൾക്ക് ഈ പറയുന്ന ബലാത്സംഗം എന്ന് പറയുന്ന പരാതിക്കും ഒക്കെ ഇടയിലുള്ള ഒരു സാക്ഷിയായി സന്ദീപ് വാര്യർ ഈ കേസിനെ വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിലും ആരോപണങ്ങളിലും കോടതിയുടെ സ്റ്റാൻഡ് എങ്ങോട്ട് പോകും എന്നുള്ള വിഷയത്തിൽ രാഹുലിന് ഹാജരാക്കാൻ കഴിയുന്ന തെളിവുകളിൽ രാഹുൽ ഹാജരാക്കാതെ സ്വയമേ വന്ന് ഒരു തെളിവായി സാക്ഷിയായി മാറുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് അനുവദിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യവും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ കേസിലേക്ക് സന്ദീപ് വാര്യരെ വലിച്ചു കൊണ്ടുവന്നത് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു വലിയ അബദ്ധമായി മാറുകയാണ്. അപ്പൊ കോടതിയുടെ മുന്നിൽ വാർത്തകൾക്കോ തലക്കെട്ടുകൾക്കോ എല്ലാ പ്രാധാന്യം. കോടതി നോക്കുന്നത് നിയമം എന്ന് പറയുന്നു, നിയമത്തിന്റെ പിൻബലം എങ്ങനെയാണ്, നിയമത്തിൽ ഇത് പീഡനമാകുമോ, ഇതിനെ ബലാത്സംഗമായി കാണാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ രാഹുലിന് കുറച്ചുകൂടി എളുപ്പമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.